സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ ആദ്യം സുഹൃത്തുക്കളായിരുന്നു. അതെ, അത് പിന്നെ ഇഷ്ടത്തിലോട്ട് മാറിയതാ. അതെങ്ങനെയാണ് വിശദമായിട്ടൊന്ന് പറയോ? ആരാ, എന്താ, എങ്ങനെയാ? എന്റെ ഒരു ഞങ്ങള് നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടു പാസ് ചെയ്ത് പോയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മള് പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു, അങ്ങനെ ഫ്രണ്ട്സായി. അങ്ങനെ നമ്മൾ പിന്നീട് നേരിട്ട് കണ്ട് കുറച്ചുകൂടി അടുപ്പമായി, സുഹൃത്തുക്കളായി. അങ്ങനെയാണ് പിന്നെ ഇഷ്ടത്തിലോട്ട് മാറിയത്. നിങ്ങൾ തമ്മിൽ സൗഹൃദമായിരുന്നത് ഏത് കാലം മുതലാണ്? ഇപ്പം എന്തായാലും ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരായിരുന്നോ എന്നുള്ള അറിയാൻ വേണ്ടി ചോദിക്കണം. അമ്മൂസ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ അപ്പോഴാണ് പരിചയപ്പെട്ടത്. എന്നിട്ട് എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു? അതൊരു വർഷം എടുത്തു. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അത് ആ ഒരു ദിവസം പറയും. ദിവസം February 14th പറഞ്ഞേ, വാലന്റൈൻസ് ഡേയുടെ അന്നാണ് പറഞ്ഞത് ഇഷ്ടമാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് തന്നെയാ പറയുന്നത്. അന്ന് നമ്മള് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ചാറ്റ് ചെയ്യുമ്പം. അതല്ലാണ്ട് നമ്മൾ അന്ന് കണ്ടിട്ട് നേരിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അന്ന് അപ്പുന് NCCയുടെ ഒരു എക്സാമിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പൊ പെട്ടെന്ന് അപ്പൊ അന്ന് നമ്മൾ കാണാന്ന് വിചാരിച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ മെസ്സേജ് അയക്കുക ചെയ്തത്. ഇങ്ങനെയാണ്, രാത്രിയാണ് ഇഷ്ടമാണ്. രാത്രി എനിക്ക് ഞാൻ എത്തിയപ്പോഴത്തേക്കും രാത്രി ഏകദേശം ഒരു 10-11 മണിക്കടുത്തായി. എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയാണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് കാണാൻ വരാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഞാൻ കാര്യം പറഞ്ഞു, ഇതേപോലെയായി എത്തിയപ്പോ ഈ സമയം ആകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇന്നൊരു കാര്യമാണ് പറയാണ്ടായിരുന്നത്. അപ്പൊ വാട്സപ്പിൽ I love you എന്ന് പറഞ്ഞു. ചമ്മല് മാറിക്കിട്ടി. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ഇത് തന്നെ പറയാനിരുന്ന വെച്ചത്. അപ്പൊ എന്റെ ചമ്മല് മാറിക്കിട്ടി. അവിടെ ടിക്കറ്റേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് നേരത്തോടെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാലോ. തിരിച്ചു പറഞ്ഞു. ഞാൻ I love you പറഞ്ഞു. എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അല്ല, പക്ഷെ കുറെ കാലം ഇങ്ങനെ പറയാതെയൊക്കെ നടന്നതിന്റെ ഒരു നമ്മളിപ്പോ ഞാൻ അങ്ങോട്ട് നമുക്കൊരു കാര്യം എന്നോട് അപ്പു ആദ്യം പറഞ്ഞ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ ഞാനും പറഞ്ഞു അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തത് എന്തായാലും ഓർത്ത് വെക്കാൻ ഒരു ദിവസം അങ്ങനെ നോക്കിയിട്ടാണ് ഈ February 14th എന്നുള്ള ഒരു ഡേറ്റിലോട്ട് മാറിയത്. അപ്പൊ പിന്നെ അങ്ങ് പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം February 14th പറയാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത്. എങ്ങനെ പറയും, നേരിട്ടാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളൊരു ചമ്മലുണ്ടായിരുന്നു. അപ്പൊ അന്ന് വരാൻ പറ്റിയില്ല, ദൈവഭാഗ്യം. അങ്ങനെ മെസ്സേജ് പിറ്റേ ദിവസം നേരിട്ട് കണ്ട് സംസാരിച്ചു കിട്ടും. എല്ലാവരോടും കുറച്ച് നാളങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്കത് സീരിയസ് അങ്ങനെയുള്ള ഒരു ഇതിലോട്ട് മാറിയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കിങ്ങനെ പൊള്ളി ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയാ ടെൻഷനല്ല, ജസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം അപ്പു വീട്ടിൽ പറയുമ്പോ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോട് പറയുമ്പോ എങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ.